യുവർ ഫിസിയോളജി അഫക്ട്സ് യുവർ സൈക്കോളജി. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലേ? നിങ്ങൾ നേരെ ഇരുന്ന് നോക്കി, നേരെ നിന്ന് ചിരിച്ച് 3 പ്രാവശ്യം ശ്വാസം വലിച്ച് ഒന്ന് വിടർത്തി പിടിച്ച് നേരെ ഇതാ ഈ പൊസിഷനിൽ ഇങ്ങനെ നിന്ന് കുറച്ചേരം നിന്നാൽ തന്നെ കോൺഫിഡൻസ് ഫീൽ ചെയ്യും. ഒന്ന് എഴുന്നേറ്റ് നിന്ന് എല്ലാവരും ഇതാ ഇങ്ങനെ നിൽക്കും, കുറച്ച് ഷോൾഡർ പിടുത്തത്തിലാക്കുന്നു. ഇങ്ങനെ നിന്നോ? ഓക്കെ. എന്നിട്ട് കൈ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചേ. ഒട്ടിച്ചു. ഇങ്ങോട്ട് തിരിഞ്ഞേ. ഒട്ടിയല്ലോ. ഇനി ഇങ്ങനെ പിടിച്ചേ. ഇനി ഇങ്ങനെ ആക്കിയേ. ഹായ്, ഐ വുഡ് ലവ് ടു പ്രസൻറ്റ് a thing. ഇനി തിരിഞ്ഞു ഇങ്ങനെ ആക്കി. ഇതിവിടെ ഇരുന്നോട്ടെ. ഇതിവിടെ ഒട്ടിയിട്ട് ഇങ്ങനെ ഇരുന്നോട്ടെ. ഇതിങ്ങനെ പോരുത്, ഇവിടെ വയ്ക്കരുത്, ഇവിടെ ചോര വരുന്ന വരെ എടുക്കാം. മൈക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ ആക്കി. ഇനി ഫേസ് ടു ഫേസ് നിന്നിട്ടൊന്ന് പ്രസൻറ്റ് ചെയ്ത് ഇങ്ങനെ ഒന്ന് പ്രസൻറ്റ് ചെയ്ത്. ഇത് മറക്കല്ല കേട്ടോ. ഇത് മാറ്റരുത്. ഇതിങ്ങനെ എടുക്കരുത്, സ്റ്റൗ ചെയ്ത് ഇങ്ങനെ പോരുത്. ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ യെസ്. ഇങ്ങനെ നിൽക്കണം. യെസ്, ഇങ്ങനെ നിൽക്കണം. അത് ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് ഓക്വേർഡ് ഫീൽ ഉണ്ടാവും. കുറച്ച് ഓവറായിട്ട് ചെയ്യാം, കുറച്ചുകൂടി. എന്നിട്ട് പതുക്കെ നിങ്ങളുടെ സ്വാഭാവികതയിലേക്ക് വരും. എന്നിട്ട് ഇതുകൂടെ ഒട്ടിച്ച് വയ്ക്കാം. എന്നിട്ട് ഇങ്ങനെ ചെയ്തു. ഹായ് എനിക്കൊരു കാര്യം പറയാനുണ്ടോ? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സലന്റ്. ഓക്കെ. ഒന്നുകൂടി നോക്കി. വെരി ഗുഡ്. ഇത് ഓക്കെ, നൈസ്. ഓൾറൈറ്റ്. അപ്പം ചെയ്യേണ്ടത് എന്തായിരുന്നു? ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഞാനിവിടെ നിൽക്കാം. അതാണ്. താനൊന്ന് പുറത്ത് പോയിട്ട് വരുമോ? പോയിട്ടോ. സ്പോർട്സിലുണ്ടോ? ഓടിപ്പോരുതെന്ന് പറയാനാ. ജോലി വളരെ അത്യാവശ്യമുള്ള കുട്ടിയാണ്. വാതിൽ ചവിട്ടി തുറന്നിട്ട് പോണോ? തട്ടിയില്ല. തട്ടി. പറയും പേര്. ജനിത. ഓക്കെ. ജനിതയുടെ എന്തൊക്കെ വ്യതിയാനങ്ങൾ ഇപ്പൊ സംഭവിച്ചു എന്ന് പറ ഈ ക്ലാസ്സിൽ. എന്തൊക്കെയാ കുറെ ഇരുന്നാ പോട്ടെ. വന്ന രീതി. ഡോർ അടച്ചില്ല. ഓക്കെ. അപ്പൊ ഇരുന്നോ. അപ്പൊ ഞാൻ ഓരോന്ന് ഇരുന്നു. താങ്ക് യു. മിഠായി അവിടെ ഉണ്ട് കേട്ടോ. നോക്കൂ, ആദ്യം ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടത് ഞാൻ പെട്ടെന്ന് പറയും. 2 3 തട്ട് 3 പൊതുവെ തട്ടുന്നത്. ചിലപ്പോൾ ആദ്യത്തെ തട്ടിലല്ലേ പോന്നോളം പറയും. അപ്പൊ അകത്ത് കയറിയിട്ട് 2 കൂടി ബാക്കി ഒരു ചലടിക്കാൻ. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ ഒരു കുട്ടി കൃത്യമായിട്ട് ചെയ്തു, ബാക്കി 2 പേർക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കൊട്ടുന്നത് അറ്റൻഷൻ കിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തലയും മുഖം മാത്രം അകത്തേക്ക് കടത്തിയിട്ട് ശബ്ദം, തല മാത്രം മേ ഐ കം ഇൻ അങ്ങനെ ചോദിക്കണം. മേ ഐ കം ഇൻ. 3ാമത്തെ ആളുണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാ ചോദിക്കും മേ ഐ കം ഇൻ. അപ്പൊ ഇന്റർവ്യൂവിൽ വിചാരിക്കും ഇനി എന്ത് കമ്മിങ്, യു ആർ ഓൾറെഡി ഇൻ. മനസ്സിലായോ? നമ്മുടെ നാട്ടുകാർക്ക് പ്രത്യേകിച്ച് അറിയാത്ത ചെറിയ ഗ്രൂമിങ് മിസ്റ്റേക്കുകളാണ്. വലിയ പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ടൊന്നുമല്ല ഇന്റർവ്യൂ പൊട്ടുക. പക്ഷേ അത് ശ്രദ്ധിച്ചാൽ കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ട്, ഗ്രൂംഡ് ആണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവും. ഇനി 3 ആളും അതിൽ ഒരാൾ കറക്റ്റായിട്ട് ചെയ്ത് ബാക്കി 2 പേര് ശ്രദ്ധിക്കാതെ ചെയ്തെന്ന് വെച്ചാൽ, നമ്മൾ കടന്നു കഴിഞ്ഞിട്ട് ആദ്യം ചെയ്യുന്ന പരിപാടി ഈ വാതിൽ പതുക്കെ ഇങ്ങനെ അടയ്ക്കുക. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് തിരിഞ്ഞു നിന്ന് അടയ്ക്കരുത്. ആദ്യത്തെ കുട്ടി തിരിഞ്ഞടച്ച് എല്ലാ ഇംപ്രഷനും കളഞ്ഞു. കാരണം അയാളിങ്ങനെ കൊട്ടുകെട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇയാളിങ്ങനെ തിരിഞ്ഞു നോക്കുന്നത് കാണും. അയാളുടെ ഇംപ്രഷൻ പോയി. മനസ്സിലായല്ലോ? ഇത് കൃത്യമായിട്ട് അടയ്ക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവിടെ കുറെ കളിയുണ്ട്. ഇത് ഞാൻ ഇങ്ങനെയൊക്കെ കളിച്ച് അവസാനം ഇങ്ങനെ ഷോളായിട്ട് കുടുങ്ങി സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ഫയലും തെളിഞ്ഞ് അയാളെ മേലെ പോയി വിട്. താങ്ക് യു എന്നും പോയി പറയാൻ. മനസ്സിലായോ? അപ്പോൾ ഇത് കൃത്യമായിട്ട് ഒരാൾ കാണിച്ചെന്ന് വരും.
യു ലുക്ക് റിയലി സ്മാർട്ട്. പോയിട്ടോ, താങ്ക് യു. ഇപ്പൊ കൃത്യമായിട്ട് ചെയ്യും. ഓക്കെ. ജനിത, നല്ല പേരാണല്ലോ. ആരെ പേരിട്ട് അവരോട് പറയണേ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ നെയിം, ജനിത അല്ലേ? നൈസ്. യെസ്, കം. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ? വിഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാഞ്ഞിട്ടാണത്. നടന്ന് വിഷ് ചെയ്യരുത്, നിന്നിട്ട് വേണം എല്ലാ വിഷയം ചെയ്യാൻ. ഗുഡ് മോർണിംഗ് എന്നിട്ട് വേണം മൂവ് ചെയ്യാൻ. ആദ്യത്തെ കുട്ടി വന്നിട്ടല്ലോ ഗുഡ് മോർണിംഗ്, അവള് ആ കമ്പനിയുടെ MD ആയതിന് ശേഷമാണ് വന്ന വരവ്. വന്നിട്ട് മിഠായി എടുത്തിട്ട് പോയി. അപ്പൊ അവിടെ നിന്നിട്ടൊന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞു. യെസ്, ഗുഡ് മോർണിംഗ്. ഇനി നടന്നിട്ട് അതിലേക്ക് വരും. ഒരു കോൺഫിഡൻസ് നടത്തത്തിലുണ്ട് അയാളുടെ. ഒന്ന് ഷോൾഡർ ഒന്ന് ഇങ്ങനെ പിടിക്കുന്ന ഷോൾഡർ ഒന്ന് നിർത്തി പിടിച്ചാൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് വരും കേട്ടോ. ഇവിടെ വന്നിട്ട് 2-3 തരത്തിലുണ്ട്. ഒന്ന്, ഇത് നിങ്ങൾക്ക് അർഹതപ്പെട്ട സീറ്റാണ്. അയാൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇരിക്കണം, അയാൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ നിൽക്കണം. കാരണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവിടെ വന്നിട്ടുള്ളത് 50-50. നേരത്തെ ഞാൻ പറയല്ലേ, കമ്പനി നീഡ്സ് മീ ആൻഡ് ഐ വോണ്ട് എ ജോബ്. രണ്ടും ഉണ്ട്. അപ്പോൾ അത് അവരുടെ ഉത്തരവാദിത്തമാണ് നമ്മളോട് ഇരിക്കാൻ പറയാൻ. ഒരു 30 സെക്കൻഡ് ഒരു സ്ട്രെസ് ഇൻ്റർവ്യൂ എന്നൊക്കെ പറയും. നമ്മളവിടെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് കുറേ കഴിഞ്ഞാൽ കളിപ്പിക്കാൻ തുടങ്ങും. ഒരു 50 ആളെ ഇൻ്റർവ്യൂ എടുക്കാറുണ്ട്. ഒരു 25 ആൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് മടുക്കും. അപ്പോൾ 26ാമത്തെ ആളെടുത്ത് ഇവർ ചെറുതായിട്ടൊന്ന് കളിപ്പിക്കും, മിണ്ടാതെ നിൽക്കും, എങ്ങനെ ഈ സ്ട്രെസ് മാനേജ് ചെയ്യും എന്നുള്ളത് അറിയാൻ വേണ്ടി. അപ്പോൾ ഒരു 30 സെക്കൻഡ് താൻ അവിടെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് ചോദിക്കുക, മേ ഐ സിറ്റ്, can I have my seat എന്ന് ചോദിച്ചാൽ ഐ ആം റെഡി ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളെ ഡിഗ്നിറ്റി എവിടെയും കളയണ്ട കേട്ടോ, ഇൻ്റർവ്യൂ റൂമിൽ കളയണ്ട. നമ്മളവിടെ അടിമയൊന്നുമല്ല, 50-50 ആണ്. മനസ്സിലായി? വന്നുടനെ അത് എനിക്ക് ഭൂഗുരുത്വാകർഷണമല്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കണ്ട. പ്ലീസ്, താങ്ക് യു. ഒന്ന് എഴുന്നേറ്റ്. താങ്ക്സ്. ചോക്ലേറ്റ് എടുത്തു. മറ്റേ ജനിതയ്ക്കും കൊടുത്തു. 10-ന്റെ 15-ന്റെ 20-ന്റെ 40-ന്റെ 60-ന്റെ ഒക്കെ മിഠായി 60 എടുത്തു. പാവാടോ ആ ജനിതയ്ക്ക് കൊടുത്തു, അതിൽ നിന്ന് കൊടുത്തു. കിട്ടിയ മിഠായി കിട്ടിയ. താങ്ക് യു പറഞ്ഞിട്ടങ്ങ് വീഴരുത്. ചിലവരവിടെ എത്തിയ താങ്ക് യു അല്ല, ഇവിടെ നിന്നിട്ട് താങ്ക് യു വിഷ് ചെയ്തതിന് ശേഷം ഇരിക്കുക. ഇപ്പം കിട്ടിയോ അങ്ങനൊരു കാര്യം? ഇത് ഭയങ്കര സംഭവമല്ല, പക്ഷെ അത് ചെയ്താൽ ഇറ്റ് ലുക്സ് ഗുഡ്. ഇനി ഇവിടെ വന്നിരുന്നിട്ട് ഏതൊരു അന്തരീക്ഷവുമായി നമ്മളെ ഇണങ്ങണമെങ്കിൽ ഒരു 10-15 മിനിറ്റ് വേണ്ടി വരും. ഞാൻ ഫസ്റ്റ് നിങ്ങളിവിടെ കൊണ്ടുവന്നിരുത്തിട്ട് എന്നെ ഇവിടെ വന്നിരുത്തിട്ട് എൻ്റെ നോട്ടം നിങ്ങൾ കണ്ടോ? ഞാൻ നോക്കണ്ട, എനിക്കൊന്നും തലയിൽ കയറുന്നില്ല. ഞാനിവിടെ ആദ്യമായിട്ട് വരികയല്ലേ, ഞാൻ ഈ അന്തരീക്ഷമായി പിണങ്ങി. പിന്നെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഫയൽ വെക്കുന്നു. നോക്കി മുമ്പിൽ ആളിരിക്കുന്നു, നമ്മളെവിടെ വെക്കണം? അയാളുടെ മുമ്പിൽ വെക്കാം, നമ്മുടെ ഇടത്തെ സൈഡിൽ വെക്കാം, വിച്ച് മീൻസ് അയാളുടെ റൈറ്റ് സൈഡിൽ, ഇയാളുടെ ഇടത്തെ സൈഡിൽ വെക്കാം. എവിടെ വെക്കേണ്ടത്? 2 സ്ഥലത്ത് വെക്കാം. ഒന്നുകിൽ നേരെ ഫ്രണ്ടിൽ, അല്ലെങ്കിൽ അയാളുടെ ഇടത്തെ സൈഡിൽ. നമ്മുടെ വലത്തെ സൈഡിൽ വെക്കാൻ നമുക്ക് തോന്നും. അപ്പം എന്ത് ചെറിയൊരു ബുദ്ധിമുട്ട് അയാൾക്ക് ഉണ്ടാവും ഇതിങ്ങനെ എടുക്കാനുള്ള. അതും ഉണ്ടാവാതിരിക്കാൻ. അപ്പോൾ നേരെ അവിടെ വെച്ച് കഴിഞ്ഞാൽ അതോടെ തുറക്കുമ്പോൾ നേരെ അയാളുടെ ഫ്രണ്ടിലേക്ക് വന്നു. ഇതൊക്കെ ഒരു ഗ്രൂമിങ് ടിപ്സാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ നിരന്തരമായിട്ട് ഇത് പരിശീലിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വരവും ഇരിപ്പും കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്നിട്ട് പിന്നെ വിഷ് ചെയ്യുക, സ്മൈൽ ചെയ്യുക, പിന്നെ താളം പിടിക്കാതിരിക്കുക, പിന്നെ ഇങ്ങനെ നോക്കിയിട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ മറ്റേ സാധനമോ മാന്തലോ കൈ ഇങ്ങനെ അടിക്കുക. ചിലർ ഫയൽ ഇങ്ങനെ പിടിച്ചിട്ട് വിടൂല. ഇതാണ് പോയാൽ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. അതിലവിടെ വെച്ച് കൊടുക്കും ഫ്രീ ആയിട്ട്.